ഓം ശ്രീരാമചന്ദ്രായ നമാം. ശ്രീ വാൽമീകി രാമായണം അയോധ്യാകാന്ഡത്തിലെ 84-ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. ഭരതനും ഗുഹനും തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് ചെറിയ ഈ സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. ഗംഗാനദിയുടെ തീരത്ത് താവളമുറപ്പിച്ച സേനയെ കണ്ടപ്പോൾ നിഷാദരാജോ ദൃഷ്ടൈവ ജ്ഞാതീൻ സപരിതോ ബ്രവീൽ. ചുറ്റുമുള്ള മിത്രങ്ങളോട് നിഷാദരാജാവ് പറയുകയുണ്ടായി, മഹതീയമിതസേന സാഗരാവാ പ്രദൃശ്യതേ നാസ്യാന്തമവഗച്ഛാമി മനസാവി വിചിന്തയൻ. ഒരു കടൽ പോലെ പെരുതായിരിക്കുന്ന പട കാണുന്നു, മനസ്സുകൊണ്ട് പോലും ഞാൻ ഇതിന് മറുകര കാണുന്നില്ല. യഥാനു ഖലു ദുർബുദ്ധിർ ഭരത സ്വയമാഗത സേഷകി മഹാകായ കോവിതാരധ്വജോരഥേ. ദുർബുദ്ധിയായിരിക്കുന്ന ഭരതൻ വന്നിട്ടുണ്ട്. ഇതാ തേരില് പെരിയ കോവിതാരധ്വജം കാണപ്പെടുന്നു. ബന്ധയിഷ്ടിതിവാപാശിരഥാവാസ്മൻ വധിഷ്യതി അതാ ദാശരഥിം രാമം പിത്രാ രാജ്യാത് വിവാസിതം. ഇവൻ നമ്മെ കയറിട്ട് കെട്ടും, അല്ലെങ്കിൽ കൊന്നെടുക്കും, അല്ലെങ്കിൽ അച്ഛൻ നാടുകടത്തിയ രാമനെ രാജാവിന് ദുർലഭവും ശാശ്വതവുമായിരിക്കുന്ന കീർത്തിയെ കൊതിച്ചു കൊല്ലുവാൻ വന്നിരിക്കുകയാണ് ഈ കൈകേയി സുതനായിരിക്കുന്ന ഭരതൻ. ഭർത്താജൈവ സഖാജൈവ രാമോദാശരഥിർ മമ. രാമനാകട്ടെ എൻ്റെ സ്വാമിയാണ്, സ്നേഹിതനാണ്. അതുകൊണ്ട് സന്നദ്ധ ഗംഗാനുപേത്ര നിഷ്ഠത, ഗംഗാതീരത്ത് തയ്യാറായിട്ട് രാമകാര്യത്തിനായിട്ട് നിങ്ങൾ നിൽക്കുക. ദാസന്മാരേവരും സൈന്യത്തോടൊപ്പം ഗംഗാനദി രക്ഷിച്ചുകൊണ്ട് മാംസവും കായികനികളും ഒക്കെ കഴിച്ച് ബലസമേതരായിട്ട് നിൽക്കട്ടെ. 500 തൂണുകളിൽ 100 യുവദാസന്മാരൊന്നിച്ച് ഒരുങ്ങി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വിട്ടു. ഭരതൻ രാമനിൽ പ്രീതിയുക്തനാണെങ്കിൽ മാത്രമേ ഈ സൈന്യം സുഖമായി ഗംഗ ഇപ്പോൾ കടക്കാവൂ. നിഷാദ അധിപതിയായിരിക്കുന്ന ഗുഹൻ ഇങ്ങനെ പറഞ്ഞ മത്സ്യവും മാംസവും മധുവും ഒക്കെ എടുത്തുകൊണ്ട് ഭരത പാർശ്വത്തിലേക്ക് ചെന്നു. വരവ് കണ്ടിട്ട് പ്രതാപവാനായിരിക്കുന്ന ആ സൂതപുത്രൻ സമയോചിതമായിട്ട് വിനയപൂർവം ഭരതനോടായിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി. അനേകം ബന്ധുക്കളാൽ ചുറ്റപ്പെട്ട സ്ഥപതി വൃദ്ധനായിരിക്കുന്ന ഇദ്ദേഹം അങ്ങയുടെ സഹോദരൻ്റെ മിത്രവും ദണ്ഡകാരനും നന്നായിട്ട് അറിയുന്നവനുമാണ്. ഗുഹൻ അങ്ങയെ കാണട്ടെ, രാമലക്ഷ്മണന്മാർ എവിടെയാണ് എന്ന് നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് അറിയാം. ആ സുമന്ത്രൻ്റെ വചസ്സുകളൊക്കെ കേട്ടു. ഗുഹൻ തന്നെ വേഗം വന്ന് കാണട്ടെ എന്ന് ഭരതനും പറയുകയുണ്ട്. സന്തുഷ്ടനായിരിക്കുന്ന ഗുഹൻ സ്വജനങ്ങളോട് ഒത്തുയർന്ന് ഭരതനെ വണങ്ങി പറഞ്ഞു, അവിടുത്തെ ഭവനോദ്യാനമാണ് ഈ നാട്. അങ്ങ് ഞങ്ങളെ കബളിപ്പിച്ചു, സർവസ്വവും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അവിടുത്തെ ദാസഗൃഹങ്ങളിൽ ഇന്ന് പറക്കണം. നിഷാദന്മാർ സ്വയം ആർജിച്ച കായികനികളും നാനാതരം മന്യങ്ങളും പച്ചമാംസവും ഉണങ്ങിയ മാംസവും ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായി ആഹാരമൊക്കെ കഴിച്ച് പടകളെല്ലാം ഈ രാത്രി ഇവിടെ വിശ്രമിക്കട്ടെ. നന്നായി സൽക്കരിക്കപ്പെട്ട സേനയോടൊത്തുകൊണ്ട് നമുക്ക് നാളെ പോകാം. അപ്പോൾ ഇങ്ങനെ ഭരതനും ഗുഹനും തമ്മിലുള്ള കണ്ടുമുട്ടലാണ് ഈ ചെറിയ സർഗത്തിൽ പ്രതിപാദിച്ചത്. എല്ലാവർക്കും ശ്രീരാമ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.